ഹരേ കൃഷ്ണ. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ ചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രം തെക്കൻ ഗുരുവായൂർ എന്നാണ് അറിയപ്പെടുന്നത്. ഗുരുവായൂർ പോലെ തന്നെ ചതുർബാഹുവായ നാരായണൻ തന്നെയാണ് ഇവിടെയും പ്രതിഷ്ഠ. എൻ്റെ നേരത്തെ വീഡിയോയിൽ 2 പേര് അവരാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് എന്നോട് പറയുകയും എനിക്ക് ഈ വീഡിയോ ചെയ്യാനായിട്ട് എന്നെ തോന്നിപ്പിക്കുകയും ചെയ്തത്. ഞാൻ എറണാകുളത്ത് താമസിച്ചിട്ട് പോലും എനിക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ അവരോട് നന്ദി പറയുകയാണ്. തെക്കൻ ഗുരുവായൂർ എന്ന് ഈ ക്ഷേത്രത്തിന് അറിയപ്പെടുന്നതിന് പിന്നിലൊരു ഐതിഹ്യമുണ്ട്. 13-ാം നൂറ്റാണ്ടിലാണ് ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്ന് കരുതപ്പെടുന്നു. ആ സമയത്ത് ചേരാനല്ലൂർ നാടുവഴികളായിരുന്ന കർത്താ കുടുംബത്തിന്റെ അധീനതയിലായിരുന്നു ഈ ക്ഷേത്രം. അതിനുശേഷം കൊച്ചി രാജാവായ ശ്രീകൃഷ്ണഭക്തനായ രാമവർമ്മ തമ്പുരാൻ ഏറ്റെടുക്കുകയായിരുന്നു. ഇത് കർത്താ കുടുംബത്തിന്റെ ക്ഷേത്രമായതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. കർത്താ കുടുംബത്തിലൊരു അംഗമായിരുന്നു നാരായണൻ കർത്ത. അദ്ദേഹം അതീവ ഗുരുവായൂരപ്പ ഭക്തനായിരുന്നു. അദ്ദേഹത്തിന് ഗുരുവായൂരപ്പനോടുള്ള ഇഷ്ടക്കൂടുതൽ കാരണം ഗുരുവായൂർ പോയി താമസിക്കുകയും നിത്യവും ഭഗവാനെ ഭജിച്ചു പോരുകയും ചെയ്തു. ആ സമയത്താണ് കുടുംബത്തിലെ കാർന്നവർ മരിക്കുകയും ആ സ്ഥാനം അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടതായും വന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് അതീവ ദുഃഖം തോന്നി. ഗുരുവായൂരപ്പനെ വിട്ടു പിരിയാൻ സാധിക്കാതെ അദ്ദേഹം കരഞ്ഞു പ്രാർത്ഥിച്ചു ഭഗവാനോട്, എനിക്ക് ഈ പ്രതിസന്ധിയിൽ എന്തെങ്കിലും കടത്തിത്തരണം, കാരണം എനിക്ക് അങ്ങേ വിട്ടുപോകാൻ സാധിക്കില്ല എന്ന്. ആ ദിവസം അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ഭഗവാൻ വന്ന് പറയുകയാണ്, നീ നിന്റെ ഉത്തരവാദിത്തങ്ങളായിട്ട് മുന്നോട്ട് പൊയ്ക്കോളൂ, നീ നിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകൂ, ഞാൻ നിന്നെ അനുഗമിച്ചോളാം, നീ എവിടെയാണോ നിന്റെ കൂടെ സ്ഥാപിക്കുന്നത് അവിടെ എനിക്ക് ക്ഷേത്രം പണിയുക, എല്ലാ ദിവസവും ഉച്ചപൂജയ്ക്ക് എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അദ്ദേഹം അത്യന്തം സന്തോഷത്തോടെ തൻ്റെ നാട്ടിലേക്ക് തിരിച്ചുപോയി. പോകുന്ന വഴിയിൽ ക്ഷീണിതനായ അദ്ദേഹം ഒരിടത്ത് വിശ്രമിക്കാനിരിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ അവിടെ വെക്കുകയും ചെയ്തു. ആ സമയത്ത് തിരിച്ച് എണീക്കാൻ നേരം കുട എടുക്കാൻ നോക്കുമ്പോൾ കഴിയുന്നില്ല. അപ്പോഴാണ് തന്റെ സ്വപ്നത്തെക്കുറിച്ച് ഓർത്തത്. അദ്ദേഹം ഉടനെ തന്നെ അവിടെ ക്ഷേത്രം പണിയാനായി ഉത്തരവിടുകയും ചെയ്തു. ആ സമയത്ത് ഗുരുവായൂർ തന്ത്രിയായിരുന്ന ചേനാസ് നമ്പൂതിരിപ്പാടിനെ ക്ഷണിക്കുകയും ഗുരുവായൂരപ്പന്റെ തന്നെ അതേ പ്രതിഷ്ഠ, ഗുരുവായൂരപ്പന്റെ തന്നെ വിഗ്രഹം ഇവിടെ എല്ലാ വിധിപ്രകാരം സ്ഥാപിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. അതായത് നമ്മുടെ ഗുരുവായൂരപ്പൻ തന്നെയാണ്, അതായത് ഗുരുവായൂരിന്റെ നാഥനായ ഗുരുവായൂരപ്പൻ എന്നറിയപ്പെടുന്നത് പോലെ ഇവിടെ ചിറ്റൂർ നഗരത്തിന്റെ നാഥനാണ് ഇവിടുത്തെ കൃഷ്ണൻ. അതുകൊണ്ടാണ് ഇവിടെ ചിറ്റൂരപ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഇവിടെയും കുടികൊള്ളുന്നത്. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.